കണ്ണൂർ ടൗണിൽ സലഫി മസ്ജിദിൽ നടന്ന ഈദ് നമസ്കാരത്തിന് അബ്ദുൽ വാജിദ് അൻസാരി നേതൃത്വം നൽകി. ഇബ്രാഹിം കുടുംബത്തെ അനുധാവനം ചെയ്യലാണ് കലുഷിത കാലത്തിന് പരിഹാരമെന്ന് ഈദ് സന്ദേശത്തിൽ അദ്ദേഹം പറഞ്ഞു. ലഹരിക്കെതിരെ യുവത ഉണരണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇസ്ലാമിന്റെ ഭാഗമല്ല എന്ന് മനസ്സിലാക്കുക. ഇന്ന് കുടുംബബന്ധം ചേർക്കേണ്ടുന്ന ദിവസമാണ്. ഒരു ദിവസത്തിന് മാത്രമല്ല കുടുംബബന്ധം ചേർക്കേണ്ടത്. പക്ഷേ പെരുന്നാളിന്റെ ദിവസങ്ങളിൽ അതിന് ഒരു അവസരം ബോധപൂർവ്വം നമ്മൾ ഉണ്ടാക്കാം. പിണങ്ങി നിൽക്കുന്ന ആളുകളുണ്ട്. ഈ സംസാരം കേൾക്കുന്നവരിൽ പരസ്പരം പിണങ്ങി നിൽക്കുന്ന എന്താ കാരണം? ഒരു 2000 രൂപന്റെ ബിസിനസ്സിലെ പ്രശ്നം, രണ്ടടി വഴിത്തർക്കം, എന്തോ ഒരു വാക്ക് മക്കൾ പറഞ്ഞതിന്റെ പേരിൽ എന്തൊക്കെയാണെങ്കിലും ഉമ്മയോട് പിണങ്ങി നിൽക്കുന്നവർ, മക്കളോട് പിണങ്ങി നിൽക്കുന്നവർ, ഒരേ ഉയരത്തിൽ പിറന്നു വീണ സഹോദരങ്ങൾ പിണങ്ങി നിൽക്കുന്നു. ഇന്ന് ആ പിണക്കങ്ങളെ ഇണക്കമാക്കി മാറ്റാൻ കഴിയണം. വാഹനമെടുത്ത് പിണങ്ങി നിൽക്കുന്നവരുടെ വീട്ടിൽ ചെന്ന് കോളിംഗ് ബെല്ലടിച്ച് സലാം പറഞ്ഞു കയറാൻ ഈ പെരുന്നാളിന്റെ ദിവസം നമുക്ക് സാധിച്ചിട്ടില്ലെങ്കിൽ നമ്മുടെ നോമ്പുകൾ പടച്ചറപ്പിന് വേണ്ട, നമ്മുടെ നമസ്കാരങ്ങൾ റബ്ബിന് വേണ്ട, നമ്മുടെ നന്മകൾ വേണ്ട. പിണക്കമില്ലാത്ത ജീവിതമാണ് പ്രിയപ്പെട്ടവരെ നമുക്കിടയിൽ ഉണ്ടാവേണ്ടത്. യുവത്വം ധാർമ്മിക പ്രശ്നങ്ങൾക്ക് നേതൃത്വം നൽകണമെന്നും വ്യാപകമാകുന്ന ലഹരിക്കെതിരെയും കൊലപാതകങ്ങൾക്കെതിരെയും കൂട്ടായ്മയോടെ ശബ്ദിക്കണമെന്നും ഈദ് സന്ദേശത്തിൽ അബ്ദുൽ വാജിദ് അൻസാരി പറഞ്ഞു. ഈദ് സന്തോഷിക്കാനുള്ളതാണ്. തക്ബീർ ധ്വനികൾക്ക് പകരം വെടിയൊച്ചകൾ കേട്ടുണരുന്ന പലസ്തീനികൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയോടെയാണ് ഇത്തവണ ഈദ് സന്ദേശം അവസാനിപ്പിച്ചത്.